കോളനി ഊര് സങ്കേതം പദങ്ങൾ മാറ്റാനുള്ള സർക്കാർ ഉത്തരവിനെതിരെ ഗോത്രമഹാസഭ ഊര് എന്ന വാക്ക് മാറ്റി പകരം പദങ്ങൾ അടിച്ചേൽപ്പിക്കുന്നത് വനവാസി പിന്നോക്ക വിഭാഗങ്ങളുടെ സാമുദായിക ജീവിതത്തിന്മേലുള്ള കടന്നുകയറ്റമാണെന്ന് ഗോത്രമഹാസഭ വ്യക്തമാക്കുന്നു. ഉത്തരവ് പുനഃപരിശോധിക്കണമെന്ന് ഗോത്രമഹാസഭ ആവശ്യപ്പെട്ടു. കോളനി എന്ന പ്രയോഗം റദ്ദാക്കാനുള്ള മുൻ മന്ത്രി കെ രാധാകൃഷ്ണന്റെ തീരുമാനത്തെ ഗോത്രമഹാസഭ സ്വാഗതം ചെയ്യുന്നു. പക്ഷേ കൂടെ ഊര് എന്ന പദം കൂടി റദ്ദാക്കുന്നതും പകരം നഗർ, ഉന്നതി, പ്രകൃതി തുടങ്ങിയ പ്രയോഗങ്ങൾ സർക്കാർ തന്നെ നിർദ്ദേശിക്കുന്നതുമാണ് ഉത്തരവിലെ പിശകായി ഗോത്രമഹാസഭ ചൂണ്ടിക്കാട്ടുന്നത്. കോളനി എന്ന പദം സർക്കാർ തന്നെ ഒരിക്കൽ അടിച്ചേൽപ്പിച്ചതാണ്. പകരം മറ്റു വാക്കുകൾ അടിച്ചേൽപ്പിക്കുന്നതും മറ്റൊരു തരത്തിൽ വംശീയ വിവേചന പദ്ധതിയുടെ പുതിയ രൂപമാണ്. ഇതിനു പുറമെ ഊര് എന്ന പദം മാറ്റുന്നത് വനവാസി ജനതയുടെ സാമൂഹിക സാംസ്കാരിക ജീവിതത്തിന്റെ യൂണിറ്റായി കണക്കാക്കപ്പെടുന്ന ഊരുകൂട്ടങ്ങളുടെ നിലനിൽപ്പിന് തന്നെ ഇല്ലായ്മ ചെയ്യുന്നതാണ് എന്ന് ഗോത്രമഹാസഭ സംസ്ഥാന കൺവീനർ എം ഗീതാനന്ദൻ പറഞ്ഞു. ഊരെന്ന് പറയുന്നത് അവരുടെ ഒരു ജൈവ യൂണിറ്റാണ്. ജൈവൻറ്റ് എന്ന് പറയുമ്പോൾ അവരുടെ ഗോത്രഘടന, അവരുടെ ആദിവാസി മൂപ്പന്മാർ, അവരുടെ ആദിവാസി കൂട്ടം, അവരുടെ ഭൂമിയുടെ ഒരു അതിര്, അവരുടെ ഒരു സാംസ്കാരികമായ ഒരു ജനവാസത്തിൻ്റെ അതിര് നിർണ്ണയം, ടെറിട്ടറിയൊക്കെ ഉണ്ടാവും. ഒരു ഭൂപ്രദേശം, അവരെത്ര മേഖലയിൽ ആ ഊരിൻ്റെ ഒരു ആധിപത്യമുണ്ട്, അവരുടെ സാംസ്കാരികമായിട്ടുള്ള മറ്റ് ചിഹ്നങ്ങളൊക്കെ ഉണ്ട്, ഊരിൻ്റെ റിച്വൽസ് ഒക്കെ ആയിട്ട് മൂപ്പനും അതിനൊക്കെയുള്ള ടെറിട്ടറിയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കണക്കിലെടുത്തിട്ടുള്ള വെറും ഒരു നഗർ പോലുള്ള പേരല്ല അത്. കേരളത്തിലെ മന്ത്രിസഭയോ നിയമസഭയോ പാർലമെൻറ്റിനോ എത്ര അധികാരമുണ്ടോ അത്രയോ അതിലേറെ അധികാരമുള്ളൊരു യൂണിറ്റാണ് ഊരുകൾ, ഗ്രാമങ്ങൾ എന്ന് പറയുന്നത്. അത് തകർക്കപ്പെട്ടാൽ ആദിവാസി സമൂഹം തകർന്നു പോകും. അതുകൊണ്ട് അത് റദ്ദാക്കണം. ഏതെങ്കിലും ഒരു ജനവിഭാഗത്തിന്റെ വാസസ്ഥലത്തിന് ഭരണകൂടം പേരിടേണ്ടതില്ല. മറ്റു വാക്കുകൾ നിർദ്ദേശിച്ചതിന് പിന്നിൽ പാർട്ടി നേതാക്കളുടെ പേരിൽ നഗറുകൾ സ്ഥാപിക്കാനുള്ള നീക്കമാണെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നുവെന്നും ഗോത്രമഹാസഭ ആരോപിക്കുന്നു. സംസ്ഥാന സർക്കാർ ഈ ഗ്രാന്റ് തുക 2 വർഷത്തിലേറെയായി കുടിശ്ശിക വരുത്തിയിരിക്കുകയാണ്. അത്തരം പ്രശ്നങ്ങൾക്കാണ് പരിഹാരം കാണേണ്ടത്. ഗോത്രവിഭാഗങ്ങളുമായി ചർച്ച നടത്തിയിരുന്നുവെങ്കിൽ ഈ പിഴവുകൾ നികത്താമായിരുന്നു. ചുമതലയേൽക്കുന്ന പുതിയ മന്ത്രി ഉത്തരവ് പുനഃപരിശോധിക്കുകയാണ് ആദ്യം വേണ്ടതെന്നും ഗോത്രമഹാസഭ ആവശ്യപ്പെട്ടു. ജനം, കോട്ടയം.